നമസ്കാരം, ഞാൻ എൽസ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് മലാവിയിലെ എൻ്റെ കയ്യിലുള്ള ഫിഷസിനെയും എൻ്റെ അക്വേറിയംസും പിന്നെ ഫിഷ് ടാങ്കുകളും ഒക്കെയാണ്. അപ്പം ഞാൻ താമസിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെ വീടിൻ്റെ ഉള്ളിലാണ് ഞാൻ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ എൻ്റെ കയ്യിൽ 2 ഗ്ലാസ് അക്വേറിയംസും 4 ഫിഷ് ടാങ്കുകളും ആണുള്ളത്. അതുകൂടാതെ കുറേ ഇതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ കുറേ ബെറ്റ ഫിഷസും ഉണ്ട്. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇതാണ് എൻ്റെ കയ്യിലുള്ള ചെറിയ അക്വേറിയം. അപ്പം ഇത് അത്യാവശ്യം വാട്ടർ പ്ലാന്റ്സും ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത ഒരു അക്വേറിയമാണ്. കൂട്ടത്തിൽ ഞാനുണ്ടാക്കിയ കോക്കനട്ട് ഷെല്ലിൻ്റെ ഒരു കേവും അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫുൾ കിടക്കുന്നത് ബെറ്റ ഫിഷിൻ്റെ ഫീമെയിൽ ഫിഷസ് ആണ്. അതിനെ എല്ലാത്തിനെയും ഞാനിപ്പോൾ ഒന്നിച്ച് ഒരു അക്വേറിയത്തിൽ ഇട്ടേക്കാണ്. കാരണം ഇവിടെ തണുപ്പ് തുടങ്ങി, അന്നേരം ടെമ്പറേച്ചറിൻ്റെ വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിലൊരു അക്വേറിയം ഹീറ്റർ വെച്ചിട്ടുണ്ട്, ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട്. പിന്നെ ഒരു ഫിൽറ്റർ പമ്പും ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ കയ്യിലുള്ള വലിയ അക്വേറിയം. ഈ അക്വേറിയം നമ്മൾ ഗ്ലാസ് വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടാക്കിയ അക്വേറിയമാണ്. ഏകദേശം 360 ലിറ്റർ വെള്ളമാണ് ഈ അക്വേറിയത്തേക്ക് കൊള്ളുന്നത്. പിന്നെ ഇതിലുള്ള ഫിഷസ് റെഡ് സോട്ടെയിൽസ് ഉണ്ട്, ഗ്രീൻ സോട്ടെയിൽസ് ഉണ്ട്, യെല്ലോ കളർ ബലൂൺ മോളീസ് ഉണ്ട്, ബ്ലാക്ക് കളർ ബലൂൺ മോളീസ് ഉണ്ട്, വൈറ്റ് കളർ ബലൂൺ മോളീസ് ഉണ്ട്, ഡാഫ് ഗൗരാമീസ് ഉണ്ട്, ടക്സിഡോ ഗപ്പീസ് ഉണ്ട്, ടൈഗർ ബാബ്സ് ഉണ്ട്, പിന്നെ ഒരു സക്കർ ഫിഷും ഉണ്ട് ഈ ഒരു അക്വേറിയത്തിൽ. പിന്നെ ഈ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് വാട്ടർ പ്ലാന്റ്സും കുറച്ച് സ്റ്റോൺസും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫിൽറ്റർ സിസ്റ്റം ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇതിലൊരു ഈ ഒരു ബോക്സിൽ കുറച്ച് പെബിൾസും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഫിൽറ്റർ സ്പോഞ്ചും പിന്നെ ഇതുപോലെ 2 മണി പ്ലാന്റും ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ കയ്യിലുള്ള മെയിൽ ബെറ്റ ഫിഷുകൾ. അവരെ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സിൽ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് നമ്മുടെ വലിയ അക്വേറിയത്തിൻ്റെ മുകളിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് താഴെ ഒരു ചെറിയ ടേബിളിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി. ഇവിടെ ഇങ്ങനെയാണ് ഫിഷ് ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബാത്ത് ടബ് ഫിഷ് ടാങ്ക് ആക്കിയത്, റൈറ്റ് സൈഡിൽ ബ്ലൂ കളറിലെ ഡ്രം കട്ട് ചെയ്തിട്ട് ടാങ്ക് പോലെ ആക്കിയതുമാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടാങ്ക്. ഇത് ബാത്ത് ടബ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇതാണ് എൻ്റെ ഗോൾഡ് ഫിഷിൻ്റെ ടാങ്ക്. ഈ ഒരു ടാങ്കാണ് നമ്മുടെ ഫിഷിനോടുള്ള ആ ഒരു ഇഷ്ടം മനസ്സിലാക്കി തന്ന ടാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അന്ന് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ചതാണ് ഈ 3 വലിയ ഗോൾഡ് ഫിഷിനെ. അതിപ്പോൾ ഏകദേശം 3 വർഷം കൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവർ പിന്നെ ബ്രീഡായി അവർക്കുണ്ടായ കുഞ്ഞുങ്ങളാണ് ബാക്കിയുള്ള ഗോൾഡ് ഫിഷുകളൊക്കെ. ഇപ്പോൾ ഇതിൽ കുറച്ച് ഗ്രീൻ സോട്ടെയിൽസും ഒരു സക്കറും പിന്നെ കുറച്ച് ഗൗരാമീസും ഉണ്ട്. പിന്നെ ഇത് സ്റ്റോൺസും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ബാത്ത് ടബ് കൊണ്ടുണ്ടാക്കിയ അടുത്തൊരു ടാങ്കാണ്. അപ്പം ഈ ഒരു ടാങ്കിൽ ബെറ്റ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെയാണ് ഇട്ടിരിക്കുന്നത്. അവർക്ക് ടെമ്പറേച്ചർ വേരിയേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെറിയൊരു അക്വേറിയം ഹീറ്ററും ഇതിൽ വെച്ചിട്ടുണ്ട്. 1 മാസം പ്രായമായ ബെറ്റ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത്. അപ്പം എപ്പോഴൊന്നും കാണാൻ പറ്റില്ല, ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്നിനെ പുറത്ത് കാണാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ റെഡ് സോട്ടെയിൽസിൻ്റെ ടാങ്ക്. ഇത് ഞങ്ങൾ ഡ്രം കട്ട് ചെയ്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ടാങ്കാണ്. ഈ ഒരു ടാങ്കിൽ ഫിൽറ്റർ പമ്പുകളൊന്നും വെച്ചിട്ടില്ല. ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം കുറച്ച് ലൈവ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടാണ്. മെയിനായിട്ട് ഇതിലുള്ളത് ഫോക്സ് ടെയിൽസിൻ്റെ ലൈവ് പ്ലാന്റ്സും പിന്നെ കുറച്ച് ഡക്ക് വീഡിൻ്റെ ലൈവ് പ്ലാന്റ്സും ആണ്. പിന്നെ ഈ ലൈവ് പ്ലാന്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ടാങ്കിലെ ഫിഷ് നല്ല ഹെൽത്തി ആയിട്ടും ആക്റ്റീവായിട്ടുമാണ് എപ്പോഴും കാണാറുള്ളത്. പ്രത്യേകിച്ച് ഫംഗൽ ഇൻഫെക്ഷൻസോ ഹെൽത്ത് ഇഷ്യൂസോ ഒന്നും ഇവർക്ക് ഉണ്ടാവാറില്ല. പിന്നെ ഇവർക്ക് മെയിൻ കൊടുക്കുന്ന ഫുഡ് ആർട്ടിമിയ ഫ്ലേക്സ് ആണ്. കൂട്ടത്തിൽ നോർമൽ ഫിഷ് ഫുഡും ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പം അക്വേറിയം പമ്പ്സും ഫിൽറ്ററും ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിതുപോലെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ ഫിഷിനെ വളർത്താൻ പറ്റും. കുറച്ച് ലൈവ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നാച്ചുറലായിട്ട് നമുക്ക് ഫിഷിനെ വളർത്താൻ പറ്റും. ഇതിൽ മെയിനായി കാണുന്നത് ഫുൾ റെഡ് കളറിലുള്ള സോട്ടെയിൽസും പിന്നെ ടെയിലിനൊരു ചെറിയ ബ്ലാക്ക് കളർ വരുന്ന സോട്ടെയിൽസിനെയാണ് മെയിനായിട്ട് കാണാറുള്ളത്. ഇതാണ് ഞങ്ങളുടെ ഗപ്പി ടാങ്ക്. ഇതിൽ പ്ലാറ്റിനം റെഡ് ഡംബോ ഗപ്പീസ് ആണുള്ളത്.
അത്യാവശ്യം നല്ല രീതിയിൽ ഫോക്സ് ടെയിൽ പ്ലാന്റ്സ് ഇതിൽ വളർന്നിട്ടുണ്ട്. കൂട്ടത്തിൽ വേറെ ഒരു ലൈവ് പ്ലാന്റും ഉണ്ട്. അപ്പം വെള്ളം ഒരു ഗ്രീനിഷ് കളറിലാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഫിഷസിനെ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂല. അപ്പം ഇതിൽ ഡംബോ കിപ്പീനെ ഒരെണ്ണത്തിന് ഞാൻ എൻ്റെ കയ്യിലെടുത്ത് കാണിക്കാം. എനിക്കിവിടെ ഫിഷ് മാത്രമല്ല കൂട്ടുകാരായിട്ടുള്ളത്, കുറച്ച് ബേഡ്സും കൂടെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഫുഡും വെള്ളമൊക്കെ എടുത്തു വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ അവർ വന്ന് അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് അവർ പറന്നു പോകാറുണ്ട്. ചില സമയങ്ങളിൽ അവിടെ ഇരുന്ന് ഭയങ്കരമായി ബഹളം വെക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ആദ്യമൊക്കെ എന്നെ കാണുമ്പോൾ, അതായത് ഞാൻ ഇവിടുന്ന് ഫിഷിന് ഫുഡ് കൊടുക്കാനൊക്കെ ഇറങ്ങുമ്പോൾ എന്നെ കണ്ടിട്ട് പേടിച്ച് പറന്നു പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ പറന്നു പോകാറൊന്നുമില്ല. അവർ അവിടെ തന്നെ ഇരുന്ന് അവർക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടേ പോകാറുള്ളൂ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ മലാവിയിലെ വിശേഷങ്ങൾ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.